നമസ്കാരം. പശ്ചിമേഷ്യയിലെ യുദ്ധം പുരോഗമിക്കുമ്പോൾ ഇതിനിടയിൽ മറ്റൊരു വാർത്ത കൂടി സജീവ ചർച്ചയാകുന്നുണ്ട്. അത് ട്രംപിൻ്റെ അനാരോഗ്യമാണ്. വ്യോമസേനാ വിമാനത്തിൽ നിന്ന് വേച്ച് നടന്നിറങ്ങി വരുന്ന ട്രംപിൻ്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാണ്. ട്രംപിന് സ്ട്രോക്കിനുള്ള സാധ്യതയുണ്ട് എന്നും തൊലിപ്പുറത്തുള്ള ഡിസ്കളറേഷൻ, തൊലിപ്പുറത്ത് നിറവ്യത്യാസവും മറ്റ് ശാരീരിക ലക്ഷണങ്ങളും വെച്ച് ട്രംപിൻ്റെ അതീവ ഗുരുതരമായ അനാരോഗ്യത്തെക്കുറിച്ചാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത്. വീർത്ത കണങ്കാലും ചർമ്മത്തിലെ നിറവ്യത്യാസവും ഒക്കെ ഇത് വളരെയധികം സോഷ്യൽ മീഡിയയിൽ ചർച്ചയ്ക്ക് വിധേയമാകുന്നുണ്ട്. ഫ്ലോറിഡയിൽ അങ്ങനെ വേച്ച് പിടിച്ച് ഇറങ്ങി വരുന്ന ട്രംപിനെക്കുറിച്ചുള്ള ചർച്ചകൾ നിറയുകയാണ്. പടികൾ ഇറങ്ങുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് ട്രംപ്. അതോടൊപ്പം തന്നെ മീറ്റിങ്ങുകൾക്കിടയിൽ ഉറക്കം വരുന്നുണ്ട് ട്രംപിന്. ദൃഢമായിട്ടുള്ള സംസാരത്തിൽ നിന്ന് മാറി അനാരോഗ്യത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. സംസാരം വളരെയധികം ദുർബലമാകുന്നുണ്ട്, വിറയൽ ബാധിക്കുന്നുണ്ട്. ആ ഒരു രീതിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഉടൻ മരണപ്പെടും എന്നുള്ള ചില വിവരങ്ങൾ കൂടി ചില ഡോക്ടേഴ്സിൻ്റെ ഇടയിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ വളരെയധികം പ്രായം, അതായത് ഈ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ടേം കഴിയുമ്പോൾ ഏറ്റവും പ്രായമുള്ള അമേരിക്കൻ പ്രസിഡന്റ് എന്ന റെക്കോർഡ് ട്രംപിന് സ്വന്തമാകും. ജോ ബൈഡൻ്റെ റെക്കോർഡ് ഇപ്പോൾ ട്രംപ് വെട്ടിച്ചിരിക്കുകയാണ്. അങ്ങനെ വളരെ വലിയ രീതിയിൽ മറ്റൊരു ഭാഗത്തേക്ക് കാര്യങ്ങൾ മുന്നേറുമ്പോൾ ട്രംപിൻ്റെ അനാരോഗ്യം കൂടി ഈ യുദ്ധത്തിനിടയിൽ ചർച്ചയാകുന്നുണ്ട്. ഇതിന് ഇൻഫ്ലുവൻസേഴ്സ് അടക്കം, അതായത് അമേരിക്കയിലെയും ലോകവ്യാപകമായി പല മേഖലയിലെയും ഇൻഫ്ലുവൻസേഴ്സ് അടക്കം ഇത് വലിയ ചർച്ചയ്ക്കാണ് സോഷ്യൽ മീഡിയയിൽ വിധേയമാക്കിയിട്ടുള്ളത്. ആ ഒരു രീതിയിൽ ട്രംപ് ഈ യുദ്ധാനന്തരം മരണപ്പെട്ടാൽ അത് വലിയ ചർച്ചയായി മാറുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകും. ഇപ്പോൾ അമേരിക്കയിൽ മിഡ് ടേം ഇലക്ഷൻ നടക്കാൻ പോകുന്നു. റിപ്പബ്ലിക്കൻസിന് കാര്യമായ രീതിയിലുള്ള ഒരു മുന്നേറ്റം നടത്തുവാനായിട്ട് സാധിച്ചില്ല എങ്കിൽ വളരെ വലിയ പ്രശ്നങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുകൂടി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ട്രംപിൻ്റെ ഒരു പിന്തുണ കൂടി വലിയ രീതിയിൽ താഴോട്ട് പോയ ഒരു സാഹചര്യമാണ്. ഇപ്പോൾ 25% പേരുടെ പിന്തുണ മാത്രമാണ് ട്രംപിനുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. അമേരിക്കയുടെ ഏറ്റവും വലിയ ശത്രു ഇനി അടുത്ത ഡെമോക്രാറ്റിക് പാർട്ടി ആയിരിക്കും എന്നതാണ് ട്രംപിൻ്റെ മറ്റൊരു വാദം. അതായത് പ്രതിപക്ഷത്തെ പോലും ഒരു ശത്രു രാജ്യത്തെ പോലെയാണ് ഇപ്പോൾ ട്രംപ് കണക്കാക്കുന്നത്. അതോടൊപ്പം തന്നെ US സുപ്രീം കോടതിയെ ആദ്യം തന്നെ ട്രംപ് ഒരു ശത്രുവായിട്ട് പരിഗണിച്ചു കഴിഞ്ഞു. കാരണം ട്രംപിൻ്റെ ഈ അനാവശ്യമായിട്ടുള്ള താരിഫ് പ്രഖ്യാപനങ്ങൾ, പ്രത്യേകിച്ചും ഇന്ത്യക്കെതിരെയുള്ള താരിഫ് പ്രഖ്യാപനത്തിൽ വലിയ ചോദ്യങ്ങളാണ് അമേരിക്കൻ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് ട്രംപ് പറഞ്ഞത് US സുപ്രീം കോടതി അമേരിക്കയ്ക്കെതിരായിട്ട് നീങ്ങുന്നു എന്ന തരത്തിലാണ്. അതായത് ട്രംപിനെതിരെ നീങ്ങുന്ന എല്ലാവരെയും അമേരിക്കയുടെ ശത്രുവായി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ട്രംപ് മുന്നോട്ട് പോകുന്നത്. ആ ഒരു അർത്ഥത്തിൽ അമേരിക്കയുടെ സാമ്പത്തിക ഭദ്രതയേക്കാൾ ട്രംപിൻ്റെയും കുടുംബത്തിൻ്റെയും സാമ്പത്തിക ഭദ്രതയെ കണക്കാക്കിയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള ചില വലിയ ആരോപണങ്ങൾ ട്രംപിനെതിരെ ഉയരുന്നതാണ്. ഇത് ഡീപ് സ്റ്റേറ്റിൽ നിന്നുണ്ടാകുന്ന ആരോപണങ്ങളാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പലപ്പോഴും ട്രംപിനെതിരെ വലിയ ജനരോഷം ആളിക്കത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അമേരിക്ക കണ്ടിട്ടുള്ള ഏറ്റവും വെറുക്കപ്പെട്ട ഒരു പ്രസിഡൻ്റായി ട്രംപ് മാറുന്നു എന്ന തരത്തിലുള്ള സൂചനകളും ലഭിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു തരത്തിൽ കൂടി അമേരിക്കയ്ക്കുള്ളിൽ വലിയ രീതിയിലുള്ള ആഭ്യന്തര പ്രശ്നം കൂടി ഉടലെടുക്കുന്ന ഒരു സാഹചര്യത്തിൽ ട്രംപിൻ്റെ അനാരോഗ്യം വലിയ ചർച്ചകൾക്കാണ് ഇപ്പോൾ വിധേയമാക്കിയിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങൾ മാത്രമേ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുകയുള്ളൂ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.